കടപുഴകി വീഴാൻ പോകുന്ന മന്ത്രിമാർ ആരൊക്കെ? കേരളത്തിലെ അടുത്ത വർഷം നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള ജനരോക്ഷം കണക്കിലെടുത്താൽ LDF വൻ തിരിച്ചടി നേരിടുമെന്നാണ് കണക്ക് കൂട്ടേണ്ടത്. ഇതിനു പുറമെ നിലവിലെ മന്ത്രിസഭയിലെ പല പ്രമുഖരും ഇന്നത്തെ നിലവിലെ കണക്ക് വച്ച് തോൽവി അറിയാനാണ് സാധ്യത. ആരൊക്കെയാണ് പരാജയം നേരിടാൻ സാധ്യതയുള്ള മന്ത്രിമാരെന്ന് പരിശോധിക്കാം. ഊതിപ്പെരുപ്പിച്ച ഭരണ നേട്ടങ്ങൾ PR വർക്കിലൂടെ കൊട്ടിഘോഷിച്ച് നടക്കുമ്പോഴും വാഴ്ത്തുപാട്ടുകൾക്കിടയിൽ നിലതെറ്റി തകർന്ന് തരിപ്പണമാകുന്ന പ്രമുഖർ ഇവരാണ്. ഒന്നാമത് AK ശശീന്ദ്രൻ. കോഴിക്കോട് എലത്തൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും 2021 3852 മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് വന്നത്. ശശീന്ദ്രൻ പാർട്ടിയായ NCPക്ക് ഒട്ടും വേരോട്ടമുള്ള മണ്ണല്ല ഏലത്തൂര്. ആ പാർട്ടി പലപ്പോഴായി പിളർന്നപ്പോഴും ശശീന്ദ്രൻ LDFന്റെ ഒപ്പം നിന്നു എന്നുള്ളതായി സീറ്റ് ലഭിക്കാൻ ഏറ്റവും വലിയ കാരണവും. പൊതുവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേരോട്ടമുള്ള ഈ മണ്ണിൽ വിജയക്കൊടി പാറിക്കാൻ സാധിച്ചതും എന്നാൽ കഴിഞ്ഞ 2 കൊല്ലത്തിലേറെയായി വന്യമൃഗശല്യവും ആക്രമണവും കൊണ്ട് പൊറുതിമുട്ടിയ മലയോര ജനത ശശീന്ദ്രനെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ്. വനാതിർത്തിയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ അനേകർക്ക് പരിക്കേൽക്കുകയും മരണം സംഭവിക്കുകയും ചെയ്തപ്പോഴും വനമന്ത്രി AK ശശീന്ദ്രന്റെ നിലപാടുകൾ ജനവിരുദ്ധമായിരുന്നു എന്നതിന്റെ തെളിവായിരുന്നു ശശീന്ദ്രന്റെ ഭരണം. വയനാട്ടിൽ കടുവ ആക്രമണത്തിൽ മരിച്ച രാധയുടെ ശവമഞ്ചവുമായി വാവിട്ട് നിലവിളിച്ച ബന്ധുക്കളെയും ആബാലവൃദ്ധം ജനത്തിന്റെ രോക്ഷവും ഒക്കെ തീർത്ത് അവഗണിച്ച് നീറോ ചക്രവർത്തിയുടെ മനസ്സുമായി കോഴിക്കോട് ഫാഷൻ ഷോയിൽ പാട്ടുപാടി രസിച്ച വനമന്ത്രി AK ശശീന്ദ്രൻ ഇനി ഇലക്ഷനിൽ ജയിക്കേണ്ട എന്ന് ജനം തീരുമാനിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പൊതുജനം അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അവരെ കുറ്റം പറയാനും കഴിയില്ല. കഴിഞ്ഞ തവണ UDFന്റെ സീറ്റ് വിഭജനത്തിൽ മാണി C കാപ്പൻ നയിക്കുന്ന പാർട്ടിയുടെ എതിരാളിയായി ഇത്തവണ ശക്തമായ ഒരു പോരാട്ടം ഇത്തവണത്തെ എതിരാളികൾക്ക് കാഴ്ചവെക്കാൻ സാധിച്ചാൽ എലത്തൂരുകാര് ശശീന്ദ്രനെ തിരുവനന്തപുരം ഇനി കാണിക്കില്ല എന്നാണ് സൂചന. പോരാത്തതിന് ഇത്തരം കണക്കുകൂട്ടലിൽ കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ ഇലക്ഷനിൽ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച AK രാഘവന്റെ ലീഡ് 10,000-ൽ പരമായിരുന്നു. രണ്ടാം പിണറായി സർക്കാരിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ R ബിന്ദു ഇരിങ്ങാലക്കുട അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്നതാണ്. എതിർ സ്ഥാനാർത്ഥിയായ തോമസ് J ഉണ്ണിയാടനെതിരെ കേവലം 5949 വോട്ട് ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു വന്നത്. വിദ്യാഭ്യാസ നയത്തിൽ അവരെടുത്ത വിലക്കുറഞ്ഞ നിലപാടുകൾ അമ്പേ പരാജയമായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. സ്വകാര്യ സർവകലാശാല നയത്തിലും അവരുടെ നിലപാടുകൾ പരിഹാസ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസത്തെ ഇത്രയും പരാജയത്തിലേക്ക് എത്തിച്ച മന്ത്രി എന്ന നിലയ്ക്ക് ഇനി നിലം തൊടാൻ ജനം അവരെ അനുവദിക്കില്ല എന്നത് ഉറപ്പാണ്. ഇന്ത്യൻ നാഷണൽ ലീഗിനെ പ്രതിനിധീകരിച്ച് കോഴിക്കോട് സൗത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ അഡ്വക്കേറ്റ് നുർബീനയ്ക്കെതിരെ 12,459 വോട്ട് ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. 5 വർഷത്തിനിപ്പുറം ആദ്യ 2.5 കൊല്ലം തികച്ച മന്ത്രിയുടെ പരാജയം ഇന്നത്തെ നിലയ്ക്ക് ഉറപ്പാണ്. മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ താനൂരിൽ നിന്നും കഷ്ടിച്ച് ജയിച്ച് കയറിയ V അബ്ദുൾ റഹ്മാൻ മത്സര രംഗത്തേക്കില്ല എന്നിപ്പോൾ പറയുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പിൽ നിന്നാൽ തോൽക്കുമെന്ന് ഉറപ്പാണ്. സ്വയം മാറണമെന്ന് ഫെബ്രുവരിയിൽ ആവശ്യപ്പെട്ടെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് മാറി ഇടത് സ്വതന്ത്രനായി മത്സരിക്കുകയും പിന്നീട് CPMന്റെ ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ചത് വരാനിരിക്കുന്ന തോൽവി മണത്തായിരിക്കാം ഇനി മത്സരിക്കാനില്ലെന്നും പാർട്ടി തീരുമാനിക്കട്ടെ എന്നും തീരുമാനിച്ചത്. താനൂർ ഏതായാലും അടുത്ത കൊല്ലം ഒരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുകയുള്ളൂ എന്നത് ഉറപ്പാണ്. തിരുവനന്തപുരത്തു നിന്നും മത്സരിച്ച ആന്റണി രാജു VS ശിവകുമാറിനെതിരെ മത്സരിച്ച് ജയിച്ച് മന്ത്രിയായത് അഹമ്മദ് ദേവർകോവിലിനെ പോലെ ഒരു മന്ത്രിയിൽ നിന്ന് തോൽവി അറിയാനുള്ള വ്യക്തിയാണ്. ഇവർക്ക് പുറമെ മറ്റ് മന്ത്രിമാരായ OR കേളു, വീണ ജോർജ്, V ശിവൻകുട്ടി CPMന്റെ 2 ടേം പൂർത്തിയാക്കിയതിനാൽ മത്സര രംഗത്തുണ്ടാവാൻ സാധ്യത കുറവാണ്. ഇടുക്കി മലയോര മേഖലയിൽ നിന്ന് ജയിച്ചു വന്നതാണ്. മലയോര മേഖലയിലെ ജനങ്ങളുടെയും കർഷകരുടെയും കടുത്ത എതിർപ്പ് റോഷി അഗസ്റ്റിനെ ഇപ്പോൾ നേരിടുന്നു. കൂടാതെ അവിടുത്തെ പ്രാദേശിക CPM പ്രവർത്തകരിൽ നിന്നും റോഷിയുടെ മുൻപുള്ള വിജയങ്ങൾ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണ മൂലമായിരുന്നെങ്കിൽ ഇത്തവണ ഈ മാണി ഗ്രൂപ്പ് നേതാവിനെ അവരും കൈയൊഴിഞ്ഞ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു തെരഞ്ഞെടുപ്പ് അതിജീവിക്കാനും പ്രയാസമാണ്. ഏറെ പ്രതിസന്ധി നേരിടാൻ സാധ്യതയുള്ള മറ്റൊരു മന്ത്രി പാലക്കാട് ചിറ്റൂരിൽ നിന്നുള്ള K കൃഷ്ണൻകുട്ടിയാണ്. കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ജില്ലയിൽ ബ്രൂവറി സ്ഥാപിക്കാനുള്ള CPMന്റെ പരിശ്രമങ്ങളും അവിടുത്തെ കർഷകരെയും സാധാരണക്കാരെയും LDFൽ നിന്നും അകറ്റിയിരിക്കുകയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ചിറ്റൂരുകാർ 2021 അപേക്ഷിച്ച് മറിച്ച് ചിന്തിച്ചാൽ ആരും ഒട്ടും അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല. ഈ പറഞ്ഞവരെല്ലാം LDF ഘടകകക്ഷിയിൽ നിന്നുള്ള മന്ത്രിമാരാണ്. പക്ഷെ മുന്നണിക്കും CPMനും ഒരു ഇടുത്തിയായി മാറുവാൻ സാധ്യതയുള്ള തോൽവികളായിരിക്കും. വ്യവസായ മന്ത്രി P രാജീവ് കളമശ്ശേരിയിലും എക്സൈസ് വകുപ്പ് മന്ത്രിയായ MP രാജേഷ് തൃത്താലയിലും നേരിടാൻ പോകുന്ന തോൽവികൾ സമ്മാനിക്കുന്നത് തങ്ങളുടെ വാക്പയറ്റ് കൊണ്ട് മാത്രം എന്നും ജനത്തിന്റെ കണ്ണിൽ പൊടിയിടുമെന്നുള്ള ഇവരുടെ വിശ്വാസം അടുത്ത വർഷം അവർക്ക് തന്നെ നല്ലൊരു പാഠം നൽകും. കേരളത്തിൽ ഇപ്പോൾ UDF തരംഗം നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഇപ്പോഴത്തെ നിലയ്ക്കുള്ള UDF ട്രെൻഡ് വെച്ച് നോക്കുമ്പോഴും 63 സീറ്റ് കോൺഗ്രസിന് ഒറ്റയ്ക്കും മറ്റ് ഘടക കക്ഷികൾ എല്ലാം ചേർന്ന്
100-നടുത്ത സീറ്റാണ് UDF ഉറപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇലക്ഷനെ സംബന്ധിച്ചുള്ള വിശേഷങ്ങളുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്.